മതി മതി ഇങ്ങോട്ടോട്ടെ. എന്ത് കൂടിയാണ്ട് ഇങ്ങനെ ഉണ്ടോ ഒരു കൂടി? നാരായണൻ എന്നോട് ഒരു അരക്കുപ്പി ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. പുതിയ താമസമല്ലേ, ഒരാഘോഷമായിക്കോട്ടെ എന്ന് കരുതി. ആഘോഷം ഇന്നെനിക്ക് ഉറക്കം കിട്ടൂല. പണ്ടാരടങ്ങാൻ ഈ നശിച്ച നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ്? നിനക്കറിയില്ല, നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റല്. കുഞ്ഞാലി മതി മതി. ഒഴിച്ചു കൊടുക്കൂഞ്ഞാലി. നിനക്കറിയോ, ഇന്ന് ഉച്ച കൊണ്ടിട്ടില്ല. വൈകുന്നേരം ഒരു ആംപ്ലേറ്റ് എന്നാ. ഇന്ന് രാത്രി ഒട്ടും കഴിക്കൂല. ഉച്ചയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ണൂടാ? ആ കണ്ണീര് എന്റെ ചോറിലല്ല വീണത്. ചോറിന്റെ ഔത്തല്ല അവന് പച്ചത്തെറി എന്റെ തൊള്ളയിൽ വരണ കേട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. മിണ്ടണില്ല, ഞാൻ പറഞ്ഞത് എടുത്തു. ആ ഉച്ചക്ക് എന്തു പറ്റി? ഞമ്മൾ അമ്മാന്റെ കടയിൽ ഒരു പുതിയ പെണ്ണ് വന്നിട്ടില്ലേ, ആ താട് അവളെ ചീത്ത പറഞ്ഞത് അവളൊന്ന് കരഞ്ഞു. അവളെ കണ്ണീര് മൂപ്പരെ ചോറ്റിലൊന്ന് ഇറ്റിപ്പോയി. അതാണ് പറയണേ. ഓഹോ, ആ കാര്യം പറയാതിരിക്കാ ഭേദം. ആ പാക്കരേട്ടൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണ. തള്ളയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പേ മരിച്ചുപോയി. ആ വണ്ടി ഇടിച്ചിട്ടോമാര് നിർത്തിയിരുന്നെങ്കിൽ അതിന് വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടിപ്പോയത്. ഇതിപ്പോ അതും ഇല്ല. നാരായണൻ കുപ്പിക്കൊണ്ട് പോരുന്ന് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ടാണെന്ന്. മുഴുവന് കേറ്റിയോ? ഇല്ല, കേറ്റിക്കോളി. ഇവരോ ഇത് ഞാനാ അമ്മാൻ. എടോ, തന്റെ സ്വന്തം പെങ്ങളെ മോളല്ലേടോ ആ പെണ്ണ്. തന്റെ മോളായിരുന്നെങ്കിൽ ഇത്രയും ആളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചീത്ത പറയൂ? ചീത്തല്ലേ പറഞ്ഞുള്ളൂ, ദേഹോപദ്രവേൽപ്പിച്ചില്ലല്ലോ. അതൊന്നും സഹിക്കുന്നവനാണ്. 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ? ഇതിനേക്കാൾ നല്ല തീട്ട നിന്നതാ. അതിന് പറ്റാവുണ്ടേ, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടിയെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോകുന്നേക്കാൾ ഭേദമല്ലേ ഇത്? ഒന്നുമില്ലെങ്കിലും അവളിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. ആയ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് ലാഭതയില്ല. ഇപ്പൊ ഞാൻ മെലിഞ്ഞു, അമ്മി തടിച്ചു. ശ്രീധരൻ പറഞ്ഞത് ശരിയാ, പട്ടി തന്നെ ഞാൻ, പട്ടി. എന്റെ മോളെ വഴിയാധാരാക്കിയ ആ വണ്ടിക്കാരെ തലയില് ഇടുത്തി. മുഖം കഴുകാൻ വെള്ളം വേണം. ഞാൻ കാരണം ഇന്നലെ ഉച്ചയ്ക്ക് പട്ടിണിയായല്ലേ? ഏയ്, എനിക്ക് വേണ്ടാഞ്ഞിട്ട്. വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, കണ്ണീര് വീണ ചോറുണ്ണാൻ അറച്ചിട്ടാണെന്നറിയാം. സങ്കടം പിടിച്ചിട്ട് കിട്ടിയില്ല. അമ്മായി അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കിട്ടിയനെ എനിക്ക് ചീത്ത. ഇങ്ങാരും പറഞ്ഞു നിൽക്കാണ്ട് കടയിലേക്ക് വാടി വേഗം. ശൃംഗരിക്കാൻ കണ്ട സമയം. എന്താ അമ്മായിരുന്നു രാവിലെ തന്നെ തുള്ളന്? നല്ല തല്ല് കിട്ടാത്തതിന്റെ കേടാ. ചെവിക്കലിന് 4 കീറി എറിയ തുള്ളലും ചാട്ടമൊക്കെ അവിടെ നിൽക്കും. ശരിയാ, അതിന് നല്ല കയ്യൊരുള്ള ആണുങ്ങൾ വേണം. കുട്ടികൃഷ്ണ, എന്താണ് ചട്നി സാമ്പാറിനൊരു മധുരം? അതേ, സുന്ദരിമാരുടെ കൈ തൊട്ടിട്ട. അയ്യടാ, ഇത് കാണാൻ എന്തൊരു ചേല്. അമ്മായി, 2 ദോശ ഇടണമല്ലോ. ഇവിടെ പെണ്ണേ, അവിടെ ദോശ കൊടുക്ക. നല്ല വാടി പൊത്ത ദോശ. ഇവിടെ ചായയാണോ കാപ്പിയാണോ വേണ്ടത്? രണ്ടിലേതാ വേണ്ടതെന്നാ ഒരു പ്രശ്നം. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എന്നാ രണ്ടും അങ്ങ് എടുത്തോടാ, രണ്ടും കൊള്ളാം. താൻ ചായയാണോ കാപ്പിയാണോ ചോദിച്ചത്? ഇഷ്ടമുള്ളത് വയ്യേ. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? നോക്കി കൊല്ലല്ലേ മനുഷ്യനെ.
എടാ പിള്ളാരെ അധികം വേണ്ടടാ, എറിഞ്ഞു പാട്ടല്ലേ, ഒന്ന് ജീവിച്ചോട്ടെ. എന്താ ശ്രീധര, നിന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലാത്ത? അത് നിങ്ങൾ നാട്ടിലെ വോൾട്ടേജിന്റെ കുറവുകൊണ്ടാ. കള്ളും ചാരായും കുടിച്ച് കണ്ണുമുഖം ഇരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളുടെ കാശൊന്നും അല്ലല്ലോ, ഞാൻ പണിയെടുക്കണ കാശാ. അമ്മായിയേ, ഭാരിച്ച കാര്യം ഒന്നും അന്വേഷിക്കണ്ട. ഓ, ഞാൻ പറഞ്ഞു ഇങ്ങ എടുത്തേ. ആ, പിൻവലിച്ചു. അല്ല അത് പോട്ടെ, ഇവിടെ തിന്നാൻ എന്തിന് വയറ് കത്തണ്. ഇഡ്ഡലി, ദോശ, പുട്ട്, കടല, പെറോട്ട, ഇറച്ചി. ഒരു കാര്യം ചെയ്യും, ഒരു കഷ്ണം കടലാസിലെല്ലാം കൂടി തേത്താന്നല്ലേ മറ്റേ അങ്ങോട്ട് മറന്നു. ഇരിക്ക്, ഇരിക്ക്. ആരെങ്കിലും വരുന്ന സമയത്ത് ഒറ്റ എണ്ണത്തിനെ കാണുകയില്ല. എടീ സീതേ, അതാ വിളിക്കണം മോളെ, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ. എന്തൊക്കെ കമന്റ് അവറ്റോള് പറയണെന്നറിയോ? മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതി. ആ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ച കേട്ടില്ലേ? കടയിൽ ആള് വന്നിരിക്കുന്നു. ഇനി അതിന് എന്റെ കൈ തന്നെ വേണോ? അമ്മണേ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചായ എടുക്കുന്നതോ? രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത്. എവിടെ പിന്നെ എന്തിനാ ഇവിടെ പൂവിട്ട് പൂജിക്കാനോ? അമ്മായി, അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്തോളാം. ദേവി, ഇത് ഈ വണ്ടിക്കാരുടെ കളിയാക്കൽ കേൾക്കാൻ എന്നെ വിടരുത്. കളിയാക്കിയെന്നോ? ആര്? അവര് വല്ല തമാശ പറഞ്ഞ എന്താ ഉരുവി പോവോ? ഇങ്ങനെ തമാശ പറയണേ? ആണുങ്ങളാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്നിരിക്കും. ഒരു പിടിച്ചൊന്നുമില്ലല്ലോ. അമ്മണേ, അവൾക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അയ്യേ, ആര്? ശീലാവതിയോ? അത്രയ്ക്ക് ബാധ്യതയൊന്നും ആകണ്ട. ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചാ എന്താ തേഞ്ഞു പോവോ? എവളെ പോലെ തന്നെ അല്ലയോ സുമതി? അവളെ ഇപ്പം കണ്ണിരുന്ന് ഒലിപ്പിക്കുന്നില്ലല്ലോ. അവളെ പോലല്ലോ ഇവള്. ആ, ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 4 പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാൽ എന്താ കയ്ക്കൂ? പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാനായിരിക്കും. എന്റെ ശ്രീധര, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാ തിന്നിട്ട് പോകാൻ നോക്ക്. എന്റെ നാക്കി ഓർന്നു വരുന്ന ശ്രീധര, നീ അവിടെ എങ്ങാനും പോയി. ആ മോളെ, ശ്രീധരേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കും. നീതിന്യായവും പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു. അവിടെ എന്താ വേണ്ടേ? പുട്ടുമുട്ടക്കറി രണ്ടാക്കും. നിങ്ങൾ എന്താണ് വേണ്ടാത്തതിലൊക്കെ ചെയ്യുന്ന തലർന്നത്? വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ